കൂടുതൽ ആൾക്കാർ പണ്ട് ഉപയോഗിച്ചിരുന്നതിനേക്കാളും ഇപ്പോൾ കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പണ്ടുണ്ടായിരുന്ന പോലെയുള്ള വർക്കല്ല ഇപ്പോഴും ചെയ്യുന്നത്. വർക്ക് കാഴ്ച അത്രയും ഫൈനായിട്ടുള്ള കാഴ്ചയുടെ ഡിമാൻഡ് കൂടുതലാണ്. പണ്ടൊരു 60-65 വയസ്സായ 70 വയസ്സായ ആൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യില്ല. മൊബൈലിലധികം വീഡിയോസ് കാണുകയോ മൊബൈലിലധികം വർക്ക് ചെയ്യുകയോ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുകയോ ചെയ്യില്ല. ഇപ്പോഴും അതേസമയം എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള ഫൈൻ വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഫൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ കൂടുമ്പോൾ അവരുടെ വിഷ്വൽ കറക്ഷൻ അതുപോലെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള അഡിഷൻസ് ചെയ്യേണ്ടി തന്നെ വരും. അത് ആ ചേഞ്ച് സൊസൈറ്റിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർ കണ്ണാടി വയ്ക്കുന്നുണ്ടെന്നുള്ളത്. ബേസിക്കലി കണ്ണാടിയുടെ നീഡ് പണ്ടും ഇപ്പോഴും ഒക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ കൂടുതൽ കറക്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ നീഡ്സ് കൂടുതലാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ ഇവല്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മനുഷ്യൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയ കാലം, മനുഷ്യനായ കാലത്ത് ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും ദൂരെയുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെ പ്രധാനമാണ്. ദൂരെയുള്ള നിന്ന് വരുന്ന ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ദൂരക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും കൂടുതൽ ശരീരം അല്ലെങ്കിൽ കണ്ണ് പ്ലാൻഡ് ആയിരുന്നത്, പ്രിപ്പയർഡ് ആയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 40-50 വർഷത്തിൻ്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ചെറിയ ചെറിയ റൂമുകൾക്കുള്ളിൽ, വീടുകൾക്കുള്ളിലൊക്കെയാണ്. നമുക്ക് എത്രത്തോളം ദൂരെ കാഴ്ച ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത്? നമ്മൾ കൂടുതലും വീടുകൾക്കുള്ളിൽ, റൂമുകൾക്കുള്ളിൽ, കമ്പ്യൂട്ടർ. ഈ ദൂരത്തിനപ്പുറം, ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഈ ദൂരത്തിനപ്പുറമുള്ള ലോകവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലല്ലോ. അപ്പോൾ ദൂരക്കാഴ്ചയിൽ നിന്ന് അടുത്ത കാഴ്ചയിലേക്കുള്ള കണ്ണിൻ്റെ നീഡ്സ് ഷിഫ്റ്റ് ആകുന്നത് സ്വാഭാവികമായും നമ്മളെ ജനിതകങ്ങളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. നൂറുകണക്കിനെന്ന് പറഞ്ഞാലും പറ്റില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പരിചയമുണ്ട്, ജനിതകങ്ങളുടെ പരിചയമുണ്ട്, കണ്ണിൻ്റെ എവല്യൂഷൻ്റെ പരിചയമുണ്ട്. അതിനനുസരിച്ചാണല്ലോ ഇത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഈ കഴിഞ്ഞ ഒരു 40 വർഷത്തിനകത്ത് വീടുകൾക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ചെറിയ ദൂരത്തിലേക്കുള്ള കാഴ്ചകളിലേക്ക് വേണ്ടി കണ്ണ് പ്രിപ്പയർഡ് ആകുന്നതിൻ്റെ ഒരു വ്യത്യാസം, അത് മൈനസ് പവറായിട്ടാണ്. കാരണം അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന മൈനസ് പവറാണ്. ആ മൈനസ് പവറിലേക്ക് കൂടുതൽ മൈനസ് ഷിഫ്റ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാഴ്ച അടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എപ്പോഴും പ്രിപ്പയർഡ് ആകുന്നു എന്നുള്ളതാണ്. മൈനസ് പവറുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുകയും ഈ 40 കഴിഞ്ഞ ആൾക്കാർക്ക് പ്ലസ് പവർ യൂസ് ചെയ്യേണ്ടി വന്നാൽ കുറച്ചൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ആൾക്കാർക്കൊരു പൊതുവിലൊരു ഭയമുണ്ട്. അതായത് ഈ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിൽ റേഡിയേഷൻ അടിക്കുക, അത്തരത്തിലുള്ള ഡാമേജ് കണ്ണിന് വരിക എന്നൊക്കെയുള്ള ഒരു ധാരണ. യഥാർത്ഥത്തിൽ ഇതിങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ഈ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഈ ഫോക്കസ് ഇവിടെ എപ്പോഴും സ്ട്രക്കാവുന്നു. പിന്നെ ഈ സ്ക്രീനിലുള്ള വായന ചെറിയ അക്ഷരങ്ങൾ ആണ് ഡേറ്റയിലുണ്ടാവുക. അപ്പോൾ ഇത് കൂടുതൽ സ്ട്രെയിൻ എടുത്താണ് ഇത് നോക്കേണ്ടി വരിക. നമ്മൾ അതേസമയം ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാഷ്വലായിട്ട് വായിക്കുകയും നമ്മുടെ കണ്ണ് അധികം തുറിച്ചിരിക്കുകയും ചെയ്യുന്നില്ല. കാരണം ഡേറ്റ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് വായിക്കാൻ പറ്റും. പക്ഷേ ഇതേ ഡേറ്റ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ വായിക്കുമ്പോൾ നമ്മളിതിൻ്റെ 4 ഇരട്ടി എഫേർട്ട് വേണ്ടി വരും. നമ്മൾ കണ്ണ് തുറിച്ച് വെച്ചായിരിക്കും വായിക്കുക. അപ്പോൾ കണ്ണിൻ്റെ എക്സ്പോഷർ കൂടുമ്പോഴത്തേക്കും ഈ കണ്ണിൻ്റെ നമ്മുടെ കൃഷ്ണമണിയുടെ പുറത്ത് നമ്മൾ ടിയർ ഫിലിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ടിയർ ഫിലിം ആണ് അതിൻ്റെ കൃഷ്ണമണിയുടെ കോർണിയുടെ ഫ്രണ്ടിലുള്ള ഒരു എക്കോസിസ്റ്റം നോർമലായിട്ട് ബിൽഡ് ചെയ്ത് നിർത്തുന്നത്. ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല തെളിഞ്ഞ് കിടക്കുന്ന ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് അത് നല്ല തെളിഞ്ഞ് നിൽക്കും. ഇടയിൽ എവിടെയെങ്കിലും പൊട്ടോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് വിണ്ട് കയറി വരും. എന്നിട്ട് നമ്മൾ ഒന്നേന്ന് വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും തെളിയും. അപ്പോൾ കൃഷ്ണമണിയും ഇതുപോലെ ഒരു ഗ്ലാസ്സാണ്. അതിൻ്റെ പുറത്തും ഈ ടിയർ ഫിലിമിൻ്റെ ഒരു കോട്ട് എപ്പോഴും കറക്റ്റായിട്ട് ഫോം ആകുന്നത് കൊണ്ടാണ് ആ ക്ലാരിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ അതേസമയം കുറച്ച് സമയം നമ്മളിങ്ങനെ ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ ടിയർ ഫിലിം ഇതുപോലെ
ഗ്ലാസ്സിൽ പൊട്ട് ഇടയിൽ വിണ്ട് കയറിയതുപോലെ ടിയർ ഫിലിമിൻ്റെ ബ്രേക്കപ്പ് വരും. ടിയർ ഫിലിം ബ്രേക്ക് ആകുമ്പോൾ ക്ലാരിറ്റി കുറയും. അപ്പോൾ നമ്മൾ കണ്ണ് മൂടി തുറക്കുമ്പോൾ വീണ്ടും മറ്റേ വെള്ളം ഒഴിച്ച പോലത്തെ എഫക്റ്റായി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഡിജിറ്റൽ സ്ക്രീന്, മൊബൈൽ പോലെയുള്ള സ്ക്രീനിൽ വളരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഡേറ്റ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇമ വെട്ടാൻ മറന്നു പോകും. അപ്പോൾ ഇത് ചെറിയ ചെറിയ ബ്രേക്കപ്പുകളായിട്ട് കോർണിയയിൽ ഈ ടിയർ ഫിലിമിൻ്റെ ബ്രേക്കപ്പുകൾ വരും. അത് ചെറിയ ഇഞ്ചുറീസ്, മൈക്രോ ഇഞ്ചുറീസ് കൃഷ്ണമണിയുടെ സർഫസിൽ, കോർണിയയുടെ സർഫസിലുണ്ടാക്കും. ഇത് കൂടുതലായി കഴിയുമ്പോൾ ഇത് ഗ്രാജുവൽ കോർണിയയുടെ ആ ഒരു പ്രതലത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമുക്ക് കൂടുതൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ആദ്യമൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇത് ഇരുന്ന് വീണ്ടും കൂടി വരുമ്പോൾ നമുക്ക് ഈ തലവേദന, വായിക്കുമ്പോൾ ഉള്ള ഒരു ക്ഷീണം, കണ്ണിൽ പെയിന്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിട്ട് ഇത് ബുദ്ധിമുട്ടുകളായിട്ട് വരും. പിന്നെ രാത്രി മൊബൈൽ നോക്കിയിരിക്കുന്ന ഹാബിറ്റ് ആണെങ്കിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിന് വലിയ രീതിയിൽ അത് ബാധിക്കും. നമ്മുടെ മെലറ്റോണിൻ അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു രീതി നമ്മൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഇവല്യൂഷണറി ആയിട്ട് സൂര്യൻ്റെ വെളിച്ചം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പ്രിപ്പയർഡ് ആകുന്ന രീതിയിലാണ് നമ്മുടെ ശരീരഘടന ഉള്ളത്. കാലത്ത് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആകുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് എത്ര വർഷങ്ങളായിട്ട് ശരീരം ഇങ്ങനെയാണ് പ്ലാൻഡ് ആയിട്ടുള്ളത്, പ്രിപ്പയർഡ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഒരു 10-30 വർഷത്തിനകത്ത് ഇപ്പോൾ രാത്രിയാകാറില്ല. ഏത് സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആണ്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. ലൈറ്റ്, വെളിച്ചം ഉണ്ട്. പിന്നെ ഈ ഡിജിറ്റൽ സ്ക്രീന് എപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് കൂടുതൽ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കും. ഇതെല്ലാം നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിനെ ബാധിക്കും. സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ചേഞ്ച് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നൈറ്റ് ഡിജിറ്റൽ സ്ക്രീനിൽ ഈ ലൈറ്റിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സിഗ്നലുകൾ കുറയും, പ്ലാനിങ് തെറ്റും, ശരീരത്തിൻ്റെ, കണ്ണിൻ്റെ, ബ്രെയിനിൻ്റെ ഒക്കെ ട്യൂണിങ് മാറും. അപ്പം അതുകൊണ്ട് കഴിയുന്നതും 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ കൂടുതൽ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോർമലായിട്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ.